ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടി കൊണ്ടൊരു സ്നാക്സാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 200 ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. കുതിർന്ന ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലാണെങ്കിൽ ഒരു 4-5 വിസിലിടുക. വേവിച്ച കപ്പലണ്ടിയുടെ തോലൊക്കെ എടുത്ത് മാറ്റണം. ഇനി നമുക്ക് ഇവ ഒരു മിക്സി ജാറിലോട്ട് മാറ്റിയ ശേഷം തരിതരിപ്പായി അരച്ചെടുക്കണം. ഇത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ്. ഇനി ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചെറിയ സവാള, ക്യാരറ്റ്, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റുക. കൂടെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1 സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി വളരെ കുറച്ച്, ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവയെല്ലാം കൂടി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് വേവിച്ച് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വയ്ക്കാം. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന മിക്സൊക്കെ തണുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുകയോ ഉരുട്ടിയെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് കോൺഫ്ലവർ തട്ടി കൊടുക്കാം. കൈകൊണ്ട് തന്നെ കോൺഫ്ലവർ എല്ലാത്തിലും ഒന്ന് പുരട്ടി കൊടുക്കണം. പരത്തി വെച്ചിരിക്കുന്ന കൂട്ട് ഉടയാതിരിക്കാനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാത്തിലും മാവ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം തിരിച്ചും മറിച്ചുമിട്ട് എണ്ണയിലൊന്ന് ചെറിയ ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ ഉള്ളിലെല്ലാം വേവിച്ചതാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് 2 വശവും പൊരിച്ചെടുത്താൽ മാത്രം മതി. ഈ സ്നാക്സ് ചൂടോടെ തന്നെ കഴിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.